ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് സവാരി പുനരാരംഭിച്ചു. വിനോദസഞ്ചാരികൾക്ക് ഹരം പകരാൻ വലുതും ചെറുതുമായ 7 ബോട്ടുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു റിപ്പോർട്ട്. പ്രകൃതി സൗന്ദര്യത്തിന്റെ ഈറ്റില്ലമായ ഭൂതത്താൻകെട്ടിൽ വീണ്ടും ബോട്ടിംഗ് സവാരി സജീവമായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിനോദസഞ്ചാരികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബോട്ട് യാത്രയ്ക്കായി 7 ബോട്ടുകളാണ് പെരിയാറിന്റെ തീരത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രകൃതിയും പച്ചപ്പും ചേർന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇനി വീണ്ടും സഞ്ചാരികളുടെ പറുദീസയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പെരിയാർ നദിയുടെ ശാന്തമായ നീരൊഴുക്കിലൂടെ കാട്ടിനകത്തേക്ക് നീങ്ങുന്ന ബോട്ട് സവാരിയാണ് ഇവിടെ എത്തുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുഭവം. കാടിന്റെ നടുവിലൂടെ നീങ്ങുന്ന ഈ യാത്രയിൽ ആന, മാൻ, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളെയും വിവിധ കാട്ടുപക്ഷികളെയും അടുത്തറിയാനുള്ള അവസരമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുക. ബോട്ട് സവാരിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിയതായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത്. വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ 7 ബോട്ടുകൾക്കാണ് പെർമിഷൻ നൽകിയിട്ടുള്ളത്. 95 സീറ്റിന്റെ ഒരു ബോട്ടും 45 സീറ്റിന്റെ ഒരു ബോട്ടും 42 സീറ്റിന്റെ ഒരു ബോട്ടും 10 സീറ്റിന്റെ 4 ബോട്ടുകൾക്കുമാണ് അനുമതി നൽകിയിട്ടുള്ളത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ ബോട്ട് സവാരിയിൽ ദേശാടന കിളികളെയും വന്യമൃഗങ്ങളെയും കാണാൻ കഴിയുമെന്ന് ബോട്ടുടമ ജോബി അറിയിച്ചു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭൂതത്താൻകെട്ടിൽ ഇന്ന് ബോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ബോട്ടിംഗ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. കേരള മാരിടൈം ബോർഡും പെരിയാർ വാലി ഇറിഗേഷനും അനുശാസിച്ചിരിക്കുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ ബോട്ടിംഗ് നടത്തുന്നത്. ഭൂതത്താൻകെട്ടിൽ നിന്നും തട്ടേക്കാട്, ഇഞ്ചത്തൊട്ടി, ഞായപ്പള്ളി, കുട്ടമ്പുഴ, നേരിമംഗലം വരെയാണ് ബോട്ട് യാത്ര. മണിക്കൂറിന് ഒരാൾക്ക് 250 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. നമുക്ക് യാത്രയിലൂടെ നീളം നമുക്ക് വിവിധ ഇനം ദേശാടന പക്ഷികളെയും വന്യജീവികളും കാണാനായിട്ട് സാധിക്കും. പ്രകൃതി ഭംഗിയും കാട്ടുമൃഗങ്ങളും ബോട്ട് യാത്രയിൽ ഉടനീളം കാണാൻ കഴിയുമെന്ന് യാത്രയിൽ പങ്കെടുത്ത ജസ്റ്റി സിജോ പറഞ്ഞു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇതിനു മുമ്പ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്യമൃഗങ്ങൾ, മ്ലാവ്, നേരത്തെ ആനേനെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ മലകളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. ഭയങ്കര അന്തരീക്ഷം ഭയങ്കര ക്ലീനാണ്. നല്ല യാത്രയാണ്. ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഈ പ്രദേശത്തെ മുഴുവൻ ടൂറിസം മേഖലയ്ക്കും ഇത് കൂടുതൽ ഉണർവ് നൽകുമെന്ന് ആന്റണി ജോൺ MLA പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് ഭൂതത്താൻകെട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇവിടെ കൂടുതൽ നിർമ്മിതികളല്ല, പ്രകൃതി തന്നെ ആവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ. നേരത്തെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ബോട്ടിംഗ്. ഏറ്റവും ആകർഷകമായ ഭൂതത്താൻകെട്ടിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ബോട്ടിംഗ് എന്നുള്ളത് യഥാർത്ഥത്തിൽ തേക്കടിക്ക് സമാനമായ ഒരു ബോട്ട് യാത്രാനുഭവം നൽകുന്ന ഒരു ട്രിപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ബോട്ടിംഗ് സർവീസാണ്. ഇവിടെ നമുക്കറിയാം, ഈ പെരിയാറിലൂടെ കിലോമീറ്ററുകളോളം ഏറെ സമയമെടുത്ത് ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പക്ഷിമൃഗാദികളെയും അതോടൊപ്പം തന്നെ കാനന ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വന്നു പോകുന്നവന്റെ മനസ്സ് നിറയ്ക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്, എത്ര ടെൻഷനായിട്ട് ഇവിടെ കിടന്നു വന്നാലും ആളുകൾ പൂർണ്ണമായി റിലാക്സ് ചെയ്ത് ആണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.